എന്താകും? സന പണിയൊന്നും എടുക്കാതെ അവിടെ ഇങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടുണ്ടോ സനന്റെ കുറ്റം പറഞ്ഞിട്ടേ ഇവളത്തെ ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടാ. കല്യാണം കൊളാവണതാ. മുന്നേ ഡ്രസ് എടുത്തിട്ടോ പോയി ഡിസൈൻ മുന്നേ ഇന്നലെ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ ഇരുന്നിട്ട് അവള് ഒരാളുമുണ്ട് ഇതിനെ പറ്റിയിട്ട് ഡിസൈനിങ്ങനെ. സത്യം പറഞ്ഞാൽ ആർക്കും ഞാനൊക്കെ എന്ത് കണ്ടിട്ടായിരുന്നു ഫാഷൻ ഡിസൈനർ ആവാൻ നിന്നിരുന്നെന്ന് ഞാൻ ആലോചിക്കണേ. ഒരു കുന്തം അറിയില്ല. അപ്പോഴാ മനസ്സിലായത്. എന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ ഡിസ്കഷൻ എന്നറിയോ. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി രാത്രി ഞങ്ങളെ മനസ്സിലാക്കിയത്. നിങ്ങളൊക്കെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ ഇടാൻ പറഞ്ഞത് എനിക്ക് ഇവര് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ. ലിപ്സ്റ്റിക് ഇട്ട് അതായത് അവള് കണ്ണെഴുതിയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഒരു ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫുഡിനെ കുറിച്ചിട്ട് ഇങ്ങനെ. പക്ഷെ കല്യാണം ആയപ്പോൾ ഫുള്ള് ഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഡ്രസ് കോഡ് ആ ഗ്രൂപ്പ് ഒരു ദിവസം കാണിച്ചിട്ടുണ്ട്. അതൊരു ദിവസം കാണിച്ചു കൊടുക്കണം ആ ഗ്രൂപ്പില്. പക്ഷെ ഇപ്പൊ ഫുഡൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഫുള്ള് ഡ്രസ്സാണ്. കുറേ ദിവസമായി ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവളെ കല്യാണത്തിന് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ എൻ്റെ ഡ്രസ്സ് പാളിയായിരുന്നു. അടുത്ത ഡ്രസ്സ് എന്താ നിക്കാൻ്റെതാ കല്യാണത്തിൻ്റെതാ. ഒരു സാരി ഈ അതിൻ്റെ ഇടയിൽ കൂടെ ടൂറോ ഉണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞു തന്നെന്ന് വെച്ചാല് ഈ സനന്റെ ഡ്രസ്സ് ഇപ്പോഴും കിട്ടിയില്ല. മുന്നൻ്റെ ഇന്നലെ കിട്ടി. പക്ഷെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അപ്പൊ മുന്നേ വേറെ ഡ്രസ്സ് അപ്പൊ അവൾക്ക് തലേന്നത്തത് കൊടുക്കാനുണ്ട്. എൻ്റെത് തലേന്നത്തത് വന്നത്തതൊക്കെ സെറ്റായി. വ്യൂവേഴ്സ് അറിയാം എന്താ ഒരു ചാട. ഞാൻ കള്ളത്തിയായേ അത് ഇന്നിടും ഇന്ന് വൈകുന്നേരം. അതെന്നോ ജനിച്ചപ്പോഴേ അങ്ങനെയാണ് ഓരോ താത്ത. ആ ഇവര് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് ജ്വല്ലറിയൊക്കെ ഞങ്ങൾ റെന്റിൽ എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അത് എടുക്കാനുണ്ട്. പിന്നെ ഡ്രസ്സ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. പിന്നെ തലേന്ന് കല്യാണത്തിന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ ഒക്കെ എടുക്കാനുണ്ട്. പിന്നെ അതവിടെ ബിരിയാണി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇതെന്ത് ബിരിയാണിയാ പറയില്ലല്ലോ. ഉമ്മ അറിയണേ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാ ബിരിയാണി റെസിപ്പി കാണിക്കാന്ന് പറഞ്ഞാൽ പറ്റിക്കണം ഉമ്മാൻ്റെ റെസിപ്പി. പക്ഷെ നടക്കണില്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് കുട്ടി എണീക്കും. പിന്നെ അതിൻ്റെ പ്ലാനിങ് അങ്ങനെ കണ്ട് മൊത്തത്തിലൊരു കണ്ടിന്യൂഷൻ കിട്ടണില്ല. അപ്പോൾ എല്ലാവരും പറയും ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ 5-6 പിള്ളേരാണെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ. ലോകമത്താത്ത പരിചയമില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ല. ഇനി 2ാമത്തെ 3ാമത്തൊക്കെ ആവുമ്പോൾ റെഡി ആയിക്കോളും ഇൻഷാ അള്ളാ. അപ്പോൾ അതാ മുന്നോട്ട് വെറുതെ ഫോണുമ്മ കളിച്ചിരിക്കണം. മുന്നേ ദുബായിന്ന് വന്നതല്ല. ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള ചാടൊക്കെ ഉണ്ടാവും. ഞാൻ വന്നിട്ട് 1 മാസമായില്ലേ. ആ ചാട കഴിഞ്ഞ് സാധനം വന്നിട്ടോ എന്താ ആഴ്ച അത് ദുബായിക്കാരാ വന്നിട്ട്. എവിടെടാ മിഠായി എവിടെടാ? പെട്ടി ഒട്ടിച്ചിട്ടില്ല. ആ വായൊന്നാ പെട്ടി ഒട്ടിക്ക. അടുത്ത കണ്ടന്റ് ഞങ്ങൾ വരണോ പെട്ടി ഒട്ടിക്കാൻ? ഞങ്ങൾ വരണോ ശരിക്കും? മുന്നേ നീറ്റ് വേഗം പണിയുണ്ട്. എങ്ങോട്ടാ പോണ? പെട്ടി വരണ്ടേ? നോക്കട്ടെ. എവിടെ? അതാണ് അതല്ല വേണ്ടത് ഞങ്ങക്ക്. ഈ കൊണ്ടുവന്നത് മതി. ആശിക്ക് നേരത്തെ കാലത്ത് തന്നെ എത്തിക്കണുണ്ടോ മീനൊക്കെ ആയിട്ട്? എന്ത് ഒക്കെ പോവാ. ഒക്കെ ഇത് ഫുഡ് കഴിഞ്ഞിട്ടല്ലതും പോവാം നമുക്ക്. മാലിടുണ്ട് കേട്ടോ അവിടെ. ഇപ്പം അതിൻ്റെ ഭംഗി അറിയില്ല.
ഞങ്ങളെ ഷോൺ ബേബിനെ ആരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ല. അവിടെ ഉണ്ട് കേട്ടാ. ഷോൺ ബേബി ഹായ് പറ. മിസ് ചെയ്യണ്ടല്ല. സ്റ്റേജ് അവിടെ അതാ ഹായ് അത് പറയണേ. പറയണ്ട ഹായ് പറഞ്ഞ ഹായ് എന്ന് പറ. ഹായ് പറയേ. ബോഡി ഷോയാ. എന്താ സ്റ്റേജ് അവിടെ വരും. കാണികൾ ഇവിടെ. അതിന് മാത്രം ആളൊന്നും ഉണ്ടാവില്ല, കുറച്ചാളെ ഉണ്ടാവുള്ളൂ. ഷെഫിക്ക് നാട് അങ്ങോട്ട് പിടിച്ചിരിക്കണ അത്ര ഇനി പോണില്ല. മസാല നല്ല പിടിച്ചിട്ടില്ലല്ലോ. മസാലക്കാണ് ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് നടന്നില്ല വർക്കൗട്ട് ചെയ്ത് അതല്ല ഷെഫിയ എന്നും വണ്ടിയിൽ പോകുമ്പോഴാണ് ഈ കോമഡിയാണ്. എന്നിട്ട് മര്യാദക്ക് പറയാൻ പഠിച്ചില്ലല്ലോ. അതെപ്പോഴും പറയൂല ഉടക്കെ കിട്ടുന്നത് ആ കാരണം. ഇന്നലെയും കൂടി വണ്ടിയിൽ പോകുമ്പോട്ടിരുന്നത് ആ കോമഡിയാണ്. കല്യാണ രാമല്ലേ തെറ്റി പോവും ചെയ്യൂ. ഞാൻ കരഞ്ഞു പോവും. അല്ലാണ്ട് കിട്ടൂല. നമുക്ക് കുറിച്ചിട്ട് കുത്താം. അങ്ങനെയല്ല നമ്മളെ അല്ലാണ്ട് കൊടുക്കണ്ടേ. അത്രേ ഉള്ളൂ. ഇനി അത് ഗ്രില്ലും കൂടി ചെയ്ത് തന്നേക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിന്നൊരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് നോക്കാം. ഇവൽ കൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ചുരിദാറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ഈ ടൈപ്പൊന്നും യൂസ് ചെയ്യാറില്ല, കുറേ മുമ്പ് യൂസ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ കൂടുതൽ അബായാസൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്ന ശേഷമാണ് ഇപ്പോൾ ചുരിദാറിലൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഡെയിലി വെയർ ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇതുപോലത്തെ ഒരുപാട് അവരുടെ പേജിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, കുറച്ച് തടിയുള്ളവരൊക്കെ ആകുമ്പോൾ അവരുടെ സൈസിലേക്ക് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ 6XL വരെയുള്ള സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഓൾ ഇന്ത്യ ഡെലിവറി കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ലിങ്കും എല്ലാം ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞങ്ങളെ ലാസ്റ്റ് ഷോപ്പിംഗ് ആണ്. ഇവളെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്. ഇവൾക്കാണ് മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാനുള്ളത്. അടിമുടി ഒന്ന് തുടങ്ങണം ഇവൾക്ക്. എനിക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി മോൾക്ക് കുറച്ച് സാധനമുണ്ട്. പിന്നെ നമ്മുടെ മണവാട്ടീൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ സനക്ക് അപ്പൂസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ മുന്നേൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വായോ. അല്ലടി ഇപ്പോഴാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ വെയറൊക്കെ ശരിക്കും ഇറങ്ങാൻ തുടങ്ങിയിരിക്കണത്. ഞാൻ ഇവിടെ വന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഷംലിടുന്ന ഡ്രസ്സൊക്കെ ഇവിടുന്ന് വാങ്ങുന്നതെന്ന്. ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ടാട്ടോ വാങ്ങിയത്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ നടന്ന് പോയിട്ട് വാങ്ങിയത്. അല്ലടി അങ്ങനെയല്ലടി, ഇങ്ങനെ ആക്കി കാണല്ലോ. മാച്ചുള്ള ഷോള് കിട്ടിയില്ല, വാങ്ങിയിട്ട് വേണം. പക്ഷെ ഇത് കുഴപ്പമില്ല, രസമുണ്ട്. മാച്ചിങ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണെന്ന് തോന്നുന്നു അല്ലേ. വായോ സന സുർദാറാട്ടാ, സുർദാർ ഇപ്പോൾ വരും. ഇനി മുന്നേൻ്റെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ഇങ്ങനെ ഉണ്ടെന്ന് പറയൂ അഭിപ്രായം. ഓ തിരിയാനൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുണ്ട് മുന്നേൻ്റെ ലുക്ക്. ഹിജാബൊക്കെ ഇട്ടിട്ടാണ് മുന്നേ. എന്താ സന അതാ ബ്ലാക്ക് ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് കാണട്ടെ. ഈ വന്ന ശേഷം ഫുള്ള് പർദ്ദയിലും ഇതിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ചുരിദാറിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ സ്റ്റേജൊക്കെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കപ്പിട്ടു ഷിറ്റിട്ടിരിക്കുന്നു പറഞ്ഞ പോലെ എന്തത്. നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യിക്കണം കേട്ടോ. റെഡ് കാർപ്പറ്റിലൊക്കെ നടക്കാൻ മാത്രം ആയോടി നീ. പിന്നെ ഞങ്ങളുടെ ഇതിനെന്തോ ഒരു പേരും പറയല്ലോ, വാങ്ങി കൊടുക്കണ്ട.
ഇല്ല കുട്ടിയെ അമ്മടെ എവിടേക്ക് പോനെ എവിടേക്ക് പോനെ എവിടേക്ക് പോനെ നിങ്ങോട്ട് പോരെ. ഇല്ല കുട്ടി ഉറങ്ങി നീട്ട്. ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് പോണത്? ഇന്ന് ഞങ്ങൾ കാൽപാദം കൊണ്ടതാണ്. നടന്നിട്ടാണ് പോണത്. നടന്നിട്ടല്ല, കാരണം ഇവിടെ വണ്ടിയൊന്നും കിട്ടൂല. ഇത് മെയിൻ ഏരിയ ഒന്നല്ല, കുറച്ച് ഉള്ളിലേക്കാണ് നമ്മളെ വീട്. അപ്പോൾ മെയിൻ റോഡ് പോയാലേ വണ്ടി കിട്ടുള്ളൂ. വണ്ടിയും കൊണ്ട് ഷെഫിയും സാമക്യം പോയതാണ് കേട്ടോ. പന്തലിട്ടിട്ടില്ല, പന്തലിട്ടിട്ടില്ല, ലൈറ്റ് ഇട്ടു. അപ്പോൾ അവരൊക്കെ വണ്ടിയായിട്ട് പോയപ്പോൾ നമുക്ക് പോകാനൊരു വണ്ടിയില്ല. വിളിച്ചപ്പം വരാൻ അരമണിക്കൂറാവും അത്ര. അപ്പം ഇനി നമുക്ക് പുറത്ത് പോയിട്ട് അവിടെ മെയിൻ റോഡിൽ പോയിട്ട് അവരിവിടെ വന്നാല് വീട്ടിലുണ്ടാവില്ല ഫുള്ള്. ഷോൺ ബേബിയും അപ്പൂസൊക്കെ അവരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. ഞങ്ങളെ പുതിയ പാലം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോകാൻ സുഖമാണ്. മറ്റത് ഞങ്ങൾക്ക് അവിടെ പാലം അടവായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് പോകണമായിരുന്നു. ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സൊക്കെ വേറെ വഴി കൂടെ ആയിരുന്നു പോയിരുന്നു. ഒരുപാട് അങ്ങനെ കറങ്ങി തിരിയണം. എവിടെ സനാൻ മമ്മി? എത്തി എത്തി, വണ്ടി എത്തി, വണ്ടി എത്തി, വണ്ടി എത്തി. ഞങ്ങൾ പോയിരുന്നു നടന്നിട്ട്. വണ്ടി വിളിക്കാം. അതാണ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെന്നുണ്ടെങ്കിൽ അയൽപക്കത്ത് ജനലിലൂടെ ഒളിഞ്ഞു നോക്കണം. വേറെ ഏതോ പെണ്ണുങ്ങളാണ് വെച്ചിട്ട് നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട് കുട്ടികളുമായിട്ടുള്ള ഒരു ദിവസം? അപ്പിട്ടിക്കണ അത് കഴുകിയിട്ട് കൊണ്ടുവന്നൂടായിരുന്നാ? അയ്യേ പാവാണ്. അതപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വേണം. ഇതുള്ളു ബാക്കി അത് വേണ്ട. ഇന്ന് വേഗം വരും, തിരിച്ചു വരും വണ്ടിയായിട്ട്. നിങ്ങൾ ചോറൊന്നും തിന്നില്ല പുറത്തു പോയിട്ട്? അവർ രണ്ടുപേരെയും കാണാതായപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോ നോക്കിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ മെയിൻ റോഡിലേക്ക്. അപ്പോഴാണ് അവർ വരുന്നത് കണ്ടത്. പിന്നെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ പോയത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരു തവണ പുറത്ത് പോയി വന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. മൊത്തത്തിലൊന്നും വിചാരിക്കുന്ന പോലെ എടുക്കാനൊന്നും പറ്റുന്നില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് ജ്വല്ലറിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. റെൻ്റലായിട്ടുള്ള ജ്വല്ലറിയാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അത് വൈകുന്നേരം ഞാനും സനയൊക്കെ കൂടെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ജ്വല്ലറി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് പുത്തനത്താണി ഹലാമാളിലുള്ള അസൂർ എന്ന് പറഞ്ഞിട്ടുള്ള റെൻ്റൽ ഷോപ്പിലായിരുന്നു കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, അവർ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി തന്നതൊന്നല്ല കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ, സന, മുന്ന, അതുപോലെ തന്നെ ബ്രൈഡിനുള്ളൊക്കെ ജ്വല്ലറി എടുത്തത്. ബ്രൈഡ് വന്നിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ചൊരു വിഷ്വൽസ് ഉണ്ട്, ഞാൻ അവസാനം കാണിക്കാം. അപ്പോൾ അതെന്തോ എടുത്ത് പറയണമെന്ന് തോന്നി. നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ. സാധാരണ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ഒരു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വരും. കാരണം കാശ് കൊടുത്ത് നമ്മൾ എടുക്കുന്നതല്ലേ, തൃപ്തിയില്ലാതെ എടുക്കുന്നതിലും നല്ലത് എടുക്കാതിരിക്കുന്നതല്ലേ എന്നുള്ളതുകൊണ്ട് എടുക്കില്ല. അപ്പോൾ ചിലരൊക്കെ നമ്മളോട് മോശമായിട്ടാവും പെരുമാറുക. പക്ഷേ ഇവിടുത്തെ എത്ര തന്നെ നമ്മൾ അവിടെ നിന്നിട്ട് സെലക്ട് ചെയ്യുമ്പോഴും ഒട്ടും തന്നെ മടുപ്പോ ഇഷ്ടക്കേടോ കൂടാതായിരുന്നു കേട്ടോ നമ്മളോട് ബിഹേവ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കെന്തോ എടുത്ത് പറയണമെന്ന് തോന്നി. പിന്നെ അതിനുശേഷം ഞങ്ങൾ മുകളിലുള്ള പ്ലേ ഏരിയയിൽ കുട്ടികളെ കൊണ്ട് പോയിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നമ്മളെ ബ്രൈഡിനെയും കാണാം. ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാ സാധനം അതിലും കൂടെ. എത്രയായി?
പൊട്ടിക്കണ എന്തായി എത്ര ബ്രൈഡിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഷമീം അവളെയും കൂട്ടി വന്നിരുന്നു കേട്ടോ. അവൾ കൂടെ ഇഷ്ടത്തിന് എടുക്കുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ നിൽക്കാനും കണ്ടതല്ല, പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഇനി അടുത്ത വീഡിയോ കല്യാണ തലേന്നത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. കല്യാണ തലേന്ന് തന്നെ ഞങ്ങൾ പെണ്ണിനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്, പാട്ടും കളികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തുടങ്ങുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴാണ് കല്യാണത്തിൻ്റെ ശരിക്കുള്ളൊരു ഫീൽ കിട്ടിയത്. കണ്ട ലൈറ്റ് അപ്പൂസ് എങ്ങനെയുണ്ട്? സൂപ്പറായ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വരുന്നത് കല്യാണ തലേന്നത്തെ കാഴ്ചകളും കല്യാണ കാഴ്ചകളും അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോ ഒക്കെ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും എപ്പോഴും ഞാൻ പറയാറില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ അടുത്ത വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും ഓൾ ബൈ.